അതേക്കുറിച്ച് ശ്രീ അനിൽകുമാർ, അതിപ്പോൾ പാർട്ടി ഘടകങ്ങളിൽ മാത്രമല്ല, പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമല്ല, പൊതുജനങ്ങളിൽ നിന്നാകെ ഒരു എന്താണ് ഈ തോൽവിയെക്കുറിച്ച് അറിയാനുള്ളത്, പറയാനുള്ളത് എന്നോ അവർക്ക് പറയാനുള്ളത് അറിയാൻ പാർട്ടി നിൽക്കുന്നു എന്നുകൂടിയാണല്ലോ പാർട്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്ന് വരുന്ന ഇത്തരം എല്ലാ ചർച്ചകളെന്ന് ഞാൻ പറയില്ല, പ്രത്യേക താല്പര്യത്തോടെ രൂപപ്പെടുത്തുന്ന ചർച്ചകളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇത്തരത്തിൽ ഇടതുപക്ഷത്തെ വളരെ സൂക്ഷ്മമായി ഉള്ളടക്കത്തിൽ നിന്ന് വിമർശിക്കുന്ന ആളുകൾ പറയുന്ന ഈ വിഷയങ്ങൾ, അതിൻ്റെ ഗൗരവം, അതിൽ സ്വയം വിമർശനമാണ് കൂടുതൽ വേണ്ടത്. അപ്പോഴും രാഷ്ട്രീയ എതിരാളികളെയും മാധ്യമങ്ങളെയും നോക്കി വിമർശിക്കുന്നതിനപ്പുറം സ്വയം വിമർശനം വേണം എന്നാണ് ശ്രീ സജീവൻ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യം ആവർത്തിക്കുന്നില്ല, വെള്ളാപ്പള്ളിയുടെ കാര്യമാവട്ടെ, പത്മകുമാറിൻ്റെ കാര്യമാവട്ടെ, ഇതിലൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് എന്ന് വിലയിരുത്തി അതിനനുസരിച്ച് ആ കാലത്ത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിയേണ്ടതായിരുന്നു എന്നൊരു പ്രശ്നം ഇപ്പോഴത്തെ ഈ തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിലയിരുത്തൽ നടത്തുമ്പോൾ അത് കൂടുതൽ പ്രസക്തമാവുകയില്ലേ? അന്ന് ജനങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പോൾ CPM ശരിവെക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു പ്രചാരണം അന്ന് കാര്യമായിട്ടുണ്ടായി പത്മകുമാറിൻ്റെയൊക്കെ കാര്യത്തിൽ, ആ പ്രചാരണം ഏശി എന്നിപ്പോൾ സമ്മതിക്കുന്നതിനകത്ത് ആ പ്രശ്നമില്ലേ? രണ്ട്, ഭരണ മികവ് എന്നത് CPM വിലയിരുത്തുമ്പോൾ തന്നെ ഇപ്പോൾ വിവിധ ഘടകങ്ങൾ, ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളും ഒക്കെ ചേരുന്ന സമയത്ത് അതിൽ നിന്ന് ഈ മാധ്യമങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഒരുപാട് വാർത്തകളുണ്ട്. ഒരു ആധികാരികതയും ഇല്ലാതെ അവിടെ നടന്ന ചർച്ചകൾ, ജില്ലാ കമ്മിറ്റികളിൽ നടന്ന ചർച്ചകൾ എന്ന നിലയിൽ അത് മുഖ്യമന്ത്രിയിലേക്കും പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും ഒക്കെ എത്തിക്കുന്ന, അവരെ കേന്ദ്രീകരിക്കും വിധത്തിൽ ഈ ജില്ലാ കമ്മിറ്റികളിലൊക്കെ ചർച്ച നടക്കുന്നു എന്നായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരം പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ എന്താണ്? നേതാക്കളുടെ ഉത്തരവാദിത്തം, അവരുടെ റോള്, ഈ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും വസ്തുതയും തമ്മിലുള്ള ഒരു വ്യത്യാസം എത്രമാത്രമുണ്ട്? ഏതാണ് ശരി എന്നതിനെ സംബന്ധിച്ച് CPIM എന്തു പറയും? അല്ല, സ്വാഭാവികമായും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ സർക്കാരിന് നേതൃത്വം കൊടുത്തവർ, പാർട്ടിക്ക് നേതൃത്വം കൊടുത്തവർ, പാർട്ടിയിലെ ഓരോ തലങ്ങളിലുള്ള സഖാക്കൾ, ഇവരാകെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഈ 10 കൊല്ലത്തെ പ്രവർത്തനങ്ങൾക്കിടയിലും ചെയ്ത 100 നന്മകൾ പോലെ തന്നെ പ്രവർത്തനങ്ങളിലെ പോരായ്മകളും ചർച്ച ചെയ്യപ്പെടും. അതിങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നൊരു സഖാവിന് പറയുന്നതിനൊരു തെറ്റുമില്ല. ആരും വിമർശനത്തിന് അതീതരല്ല, എല്ലാവരും വിമർശന വിധേയരാകണം, അല്ല വിധേയരായിട്ടുണ്ട്. ഈ ചർച്ചകളെല്ലാം കേട്ട് കുറവുകളുണ്ടല്ലോ എന്ന് കരുതി ആ കുറവുകൾ സ്വയം തിരുത്താൻ നമ്മളെല്ലാവരും തയ്യാറാകണം. ഇതൊരു പഠന പ്രക്രിയയാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി സഖാവ് അഭിപ്രായപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പഠന പരിപാടിയാണ്, സംഘടനാ പഠന പരിപാടിയാണ്. സ്വയം ഒരു വിമർശനത്തിൻ്റെ ശില്പശാലകളാണ് പാർട്ടിയുടെ എല്ലാ യോഗങ്ങളും. അതിനർത്ഥം എതിരാളികൾ ഈ തോൽവി യോഗിച്ച് CPMനെ വേട്ടയാടാമെന്നാൽ തല കുനിക്കണമെന്നാണോ? അത് പറ്റുന്ന കാര്യമല്ല. ഒന്ന് ഇടതുപക്ഷമല്ലാതായി. അപ്പോൾ എന്നാൽ പിന്നെ അതെന്താണ് ഇടതുപക്ഷമല്ലാത്തൊരു കാര്യം ചെയ്തത്? അത് ദാരിദ്ര്യമില്ലാതെയാക്കിയതാണോ? 5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തതാണോ? 62 ലക്ഷം പേർക്ക് കൃത്യമായിട്ട് പെൻഷൻ എത്തിച്ചതാണോ? അല്ല, ഈ രാജ്യത്തെ ഏറ്റവും മികവാർന്ന കേരളത്തിൽ വാങ്ങിച്ചു കൊടുത്തതാണോ? ഇന്നത്തെ ഈ ചർച്ചയിൽ ഭരണവുമായി ബന്ധപ്പെട്ട് അല്ല, ഒരു നിമിഷം, ഇന്നത്തെ ഈ ചർച്ചയിൽ രാഷ്ട്രീയ എതിരാളികളുടെ കടന്നാക്രമണത്തിന്റെ ഒരു സ്പേസ് ഞാനത് ആവർത്തിക്കുന്നതിന് കാരണം എന്താണ്? അല്ല, പക്ഷെ അപ്പോൾ ഒരു തിരിച്ചറിയാതെയുണ്ട്. എന്താണ് ചോദ്യം? ഇന്ത്യ മുന്നണിയുടെ യോഗത്തിനകത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു, അദാനിയെ നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇന്ത്യ മുന്നണി യോഗത്തിൽ അദാനിയെ നിങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നില്ലേ? വിഴിഞ്ഞത്ത്. അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത്. നിങ്ങൾ കോർപ്പറേറ്റുകളുമായി സന്ധി ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആരാ പറഞ്ഞത്? ഇന്ത്യ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധിക്ക് എവിടെ കിട്ടിയ വിവരം? അപ്പോൾ KC വേണുഗോപാലും BD സതീശനും പറഞ്ഞു കൊടുത്തതാണ്. നുണ നമ്മുടെ നാട്ടിൽ പറയുന്നത് കൊള്ളാം, അത് രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറഞ്ഞാലോ? അത് കേൾക്കാനൊരു രാഹുൽ ഗാന്ധി എന്താണ് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് നടപ്പാക്കിയതെന്നും AICCയെ മറികടന്നാണ് ഉമ്മൻചാണ്ടി ചെയ്തതെന്നും അറിയാത്ത ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായി ആഖ്യാനം നിർമ്മിക്കുകയും ആ ആഖ്യാനം AICCയുടെ പ്രതിപക്ഷ നേതാവ് വരെ അംഗീകരിച്ച് നടപ്പാക്കുകയും ചെയ്തു ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാൻ. ഇതെല്ലാം ഉണ്ടായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറ്റം കൊണ്ടാണ് തോറ്റതെന്ന് കുറേ പേര് പറഞ്ഞു നടന്നാലോ? അപ്പം നമ്മുടെ സ്വയം വിമർശനം എന്താണ്? നമ്മളുടെ കുറവുകളുണ്ട്, ആ കുറവുകൾ തിരുത്തുക തന്നെ വേണം. ഒരൗദാര്യം ഒരാൾക്കും കൊടുക്കത്തുമില്ല. ഇതാണ് പാർട്ടി തീരുമാനം. അതിനർത്ഥം ഇടതുപക്ഷത്തിൻ്റെ നയത്തിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടല്ല തോറ്റത്. അതാണ് ഒന്നാമത്തെ കാര്യം. 10 കൊല്ലം വർഗീയ കലാപം നടത്തിയില്ല, ഒരു വർഗീയ കലാപം സംഭവിച്ചില്ല. പക്ഷേ എന്നാൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയ ധാരാളം എണ്ണമുണ്ട്.
യെസ്, അവിടെ ജമാഅത്തെ ഇസ്ലാമി മുതൽ ഇങ്ങോട്ട് ഈ ചർച്ചയിൽ കെ ജെ ജേക്കബ് ആകട്ടെ ചെറുക്കാനായില്ല. ശരി, ഈ ചർച്ചയിൽ ഇപ്പോൾ കെ ജെ ജേക്കബ് ആകട്ടെ ശ്രീ സജീവനാകട്ടെ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങളിൽ നിന്ന് CPM-ൻ്റെ നടപടികളിലൂടെ ആ നിലയിൽ ഒരു മാറ്റം സംഭവിക്കുന്നു എന്ന സംശയം ജനിപ്പിക്കാനായി, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ കഴിഞ്ഞില്ല, പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല, അത് സൃഷ്ടിച്ച ഒരു തിരിച്ചടിയുടെ തലമുണ്ട് എന്ന പ്രശ്നം അവർ ഇപ്പോഴും സൂചിപ്പിക്കുന്നു. ചർച്ചകളിൽ ഏതൊരാൾക്കും അഭിപ്രായം പറയാം എന്ന് പറയുമ്പോഴും സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്ന തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ ഭരണത്തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടറി, ഇപ്പോൾ സംഘടനാ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ചിട്ടുള്ള പാളിച്ചകൾ, അത് പയ്യന്നൂരാകട്ടെ തളിപ്പറമ്പിലൊക്കെ ആകട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയരുന്ന തലങ്ങളുണ്ടല്ലോ, ഇതേക്കുറിച്ചൊക്കെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത് വെച്ചുകൂടിയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അതെ, സംസ്ഥാന കമ്മിറ്റി പറഞ്ഞതിനപ്പുറത്ത് വിമർശനം നടന്നു. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞതിനപ്പുറത്ത് വിമർശനം നടന്നു എന്ന് മാത്രമല്ല, അതിൽ പൊതുവായി പൊതുമണ്ഡലത്തിൽ എത്തിക്കേണ്ട കാര്യങ്ങളെന്ന് സെക്രട്ടറി പറഞ്ഞു. ഇനി അതിനപ്പുറം ഉണ്ടല്ലോ, അപ്പുറമുള്ളത് കമ്മിറ്റി പോയി പറയും. ഓരോ കമ്മിറ്റിയിലെ സഖാക്കളെ ചർച്ച ചെയ്യും, സ്വയം തിരുത്തും. തിരുത്താതെ മുന്നോട്ട് പോകാനാവില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രക്രിയയാണ്. അത് മുമ്പ് ഏത് കാലത്തും ഉണ്ടായതിനേക്കാളും കൂടുതൽ തിരുത്തലുകൾ ഇത്തവണ ഉണ്ടാവും. അത് പാർട്ടി PB മുതൽ നേതാക്കന്മാരെല്ലാം കൂടിച്ചേർന്ന് ഉറപ്പുവരുത്തിയ ഒരു പാർട്ടി കൂട്ടായ്മയാണ്. അതിൽ ഇന്ന് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നടക്കാൻ പോകുന്ന പ്രക്രിയയാണ്. ആ തിരുത്തലിനൊരു കുറവുണ്ടാവില്ല. ആ തിരുത്തലുകൾ നടത്തുമ്പോൾ തന്നെ നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യങ്ങൾ കൂടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്. അവിടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത് ഇതിൻ്റെ കൂടി ഒരു മറുപടി വേണം ശ്രീ അനിൽകുമാർ. അതായത് വിപുലീകൃതമായി സംസ്ഥാന കമ്മിറ്റി ചേരും എന്ന നിലയിൽ ഇപ്പോൾ സ്വയം വിമർശനപരമായി സംസ്ഥാന കമ്മിറ്റിക്ക് അടക്കം ഇത്ര വലിയ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് സ്വയം വിമർശനപരമായി തന്നെ വിശദീകരിക്കുന്നു. തിരുത്തലുകളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു, ഇതിൻ്റെ അടുത്ത നടപടിക്രമങ്ങളിൽ പാർട്ടി ഘടകങ്ങളിൽ സംഭവിക്കുന്നതാണ്. ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ വിപുലമായി സംസ്ഥാന കമ്മിറ്റി വിളിച്ചു ചേർക്കും എന്ന ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. എന്താണ് അതിനർത്ഥം? അല്ല, പാർട്ടിയുടെ ബഹുജന സംഘടനകൾ, പാർട്ടി ബ്രാഞ്ചുകൾ, അതിൻ്റെ കുറവുകൾ, അതിൽ പ്രത്യയശാസ്ത്രപരമായി അവരെ ബോധവൽക്കരിക്കേണ്ട പ്രശ്നങ്ങൾ, ഇന്നത്തെ കേരള സമൂഹത്തിന് ഇന്നത്തെ രീതിയിൽ വെച്ച് വർഗബഹുജന സംഘടനകൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ? ഉദാഹരണമായിട്ട് ചെറുപ്പക്കാർ മുമ്പത്തെ പോലെ കേരളത്തിലില്ല. കുട്ടികൾ വിദ്യാഭ്യാസത്തിന് അവനവൻ്റെ ഗ്രാമങ്ങളും നഗരങ്ങളും വിട്ടുപോയി പഠിക്കുകയാണ്. അപ്പോൾ ക്യാമ്പസുകൾക്കകത്ത് വരുന്ന കുട്ടികൾ പിന്നീട് അവനവൻ്റെ വീടുകളിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി തീരുന്നതിൽ കുറവ് വരുന്നു. ഇങ്ങനെ നിരവധിയായ പുതിയ പ്രവണതകൾ കേരളത്തിലുണ്ട്. ഈ പുതിയ പ്രവണതകളുടെ പശ്ചാത്തലത്തിൽ വർഗബഹുജന സംഘടനകളുടെ പ്രവർത്തനത്തിൽ എന്ത് മാറ്റം വരുത്തണം? ട്രേഡ് യൂണിയൻ തന്നെ മുമ്പുണ്ടായിരുന്ന വലിയ വലിയ ഫാക്ടറികൾ ഇല്ലാതായി. വളരെ അസംഘടിതമായി താൽക്കാലികമായി തൊഴിൽ ഇടങ്ങൾ മാറി. അപ്പോൾ എന്ത് ചെയ്യണം? വീടുകളിൽ പോയി തൊഴിലാളിയെ സംഘടിപ്പിക്കണം. ഇതടക്കം ഒരു നഗരവൽക്കരിക്കപ്പെടുന്ന കേരളത്തിലെ ഭാവി പ്രവർത്തനം എന്ത് എന്നുള്ളത് പുനർനിർവചിക്കപ്പെടണം, റീഡിസൈൻ ചെയ്യണം. ഇതടക്കമുള്ള കാര്യങ്ങളാണ് പാർട്ടിയുടെ വിപുലീകൃതമായ ഒരു സംസ്ഥാന യോഗത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ട് ഒരു ചർച്ച നടത്തി എന്താണോ ആ മേഖലയിൽ ഇന്ന് സംഘടനയെ ശക്തിപ്പെടുത്താൻ ചെയ്യേണ്ടത്. രാഷ്ട്രീയ നയം മധുര കോൺഗ്രസ് തീരുമാനിച്ചാണ്. അതിന് വ്യക്തതയുണ്ട്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തോൽപ്പിക്കണം. അതിൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് എടുക്കുന്ന നയത്തോട് വിയോജിപ്പുണ്ട്. ഇവർ വഞ്ചന കാണിക്കുന്നു, ഇന്ത്യ മുന്നണിയെ വഞ്ചിക്കുന്നു, BJPക്കെതിരായി നിൽക്കുന്നവരോട് വഞ്ചന കാണിക്കുന്നു, കൂട്ടത്തിൽ നിന്നിട്ട് കാലെ ചവിട്ടുന്നു. DMK തൊട്ട് അനുഭവസ്ഥരാണ്. ഇടതുപക്ഷത്തോട് കേരളത്തിൽ ചെയ്തത് വഞ്ചനയാണ്. യാതൊരു വസ്തുതയുടെ കണികയുമില്ലാതെ മുഖ്യമന്ത്രി സഖാവ് പിണറായിക്കെതിരെ ദുരാരോപണം ഉന്നയിച്ചു. മോദി ഉന്നയിച്ച കടന്നാക്രമണം ഒരു ഭാഗത്ത്, ആ കടന്നാക്രമണത്തിന് സാധുത വെച്ച് അടിവരയിട്ട് കൊടുത്തു രാഹുൽ ഗാന്ധി. അങ്ങനെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി ഒന്നായി മാറി ഒരു വിഷയത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ. ഇതൊക്കെ കോൺഗ്രസിൻ്റെ വഞ്ചനയാണ്. ആ വഞ്ചനയാണെന്ന് പറഞ്ഞാലും മോദിക്കെതിരായ യുദ്ധം വരുമ്പോൾ ആ യുദ്ധത്തിനകത്ത് യുദ്ധമാണ് പ്രധാനം. ഇതാണ് പാർട്ടി നയം. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നയം അതായിരിക്കും. ഇപ്പം തന്നെ ഈ ചർച്ചയിലൂടെ പറഞ്ഞു, ഇടതുപക്ഷത്തിന് മതേതര ശക്തി തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ജേക്കബ് സാർ ഉന്നയിച്ച നിഷ്കളങ്കമായൊരു സംശയമാണ്. എൻ്റെ തിരിച്ചൊരു ചോദ്യമാണ്. മതനിരപേക്ഷതയുടെ ഇന്ത്യയുടെ ഒരു ഐക്കണായിരുന്നല്ലോ മമതാ ബാനർജി. 21 എംപിമാരെ, പട്ടാൻ ഉൾപ്പെടെയുള്ള 21 എംപിമാരെ അങ്ങപ്പുറം NDAയുടെ കൂടെ ചേർന്നിരിക്കുകയാണ്.
ലോകസഭയിൽ 3-2 ഭൂരിപക്ഷത്തിലേക്ക് BJP പോവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ തകർത്തപ്പോഴേ, ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തപ്പോഴേ ഇന്ത്യൻ ഭരണഘടനയാണ് പിച്ച് ചീന്തപ്പെടാൻ പോകുന്നത്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വില, ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വില. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ നിന്നവരും മനസ്സിലാക്കണം. ഇത് ഇവിടുത്തെ മതന്യൂനപക്ഷം തിരിച്ചറിയുന്നില്ലേ? പോരാടുന്ന ഇടതുപക്ഷം തെരുവിൽ അവിടെ അടിക്കുന്ന കാണുന്നില്ലേ? പക്ഷേ കേരളത്തിനും അതൊരു പാഠം തന്നെയാണ്. തൃണമൂല് തകർന്ന കണ്ടില്ലേ, തകരുന്ന കണ്ടില്ലേ? യെസ്. അതുകൊണ്ട് റൈറ്റ്, താങ്കൾ പറഞ്ഞ പോലെ ബംഗാളിൻ്റെ പുതിയ രാഷ്ട്രീയ പാഠം, ബംഗാൾ പകർന്നു നൽകുന്ന പുതിയ രാഷ്ട്രീയ പാഠം, അനുഭവം എന്നത് വളരെ ജാഗ്രതയോടെ കേരളം കാണേണ്ട ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ശ്രീ അനിൽകുമാർ പറഞ്ഞതിനോട് യാതൊരു തർക്കവുമില്ല, അതിനോട് യോജിക്കേണ്ടത് തന്നെയാണ്, യോജിക്കുകയും ചെയ്യുന്നു.